പയ്യന്നൂരിലെ ഈ പുരുഷോത്തമന്റെ ചെന്നീകത്തിനോട് ചേർന്ന ഷെഡ് കത്തിച്ചു, അത് CPM ആണെന്ന് പുരുഷോത്തമൻ ആരോപിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും തന്റെ മുകളിലേക്ക് എല്ലാ ആരോപണങ്ങളും കെട്ടിവെക്കാവുന്ന രീതിയിലേക്ക് നിയമം അതോട് പ്രതികരിക്കുന്നു. ഒരു പയ്യന്നൂരിൽ CPIM-ഉം CPIM-ന്റെ നേരത്തെ പോയ ആളുകളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അവരിപ്പോഴും. പയ്യന്നൂർ MLA-യും ആ MLA-യെ പിന്തുണക്കുന്ന ടി പുരുഷോത്തമൻ അടക്കമുള്ളവർ കേരളത്തിൽ UDF സർക്കാരിനെ പിന്തുണച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് തന്നെ UDF-ന്റെ പോലീസ് നടപടികൾ തൃപ്തികരമല്ലെന്ന് തോന്നുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്യേണ്ടി വന്നു. അതാണ് പയ്യന്നൂരിൽ ഉണ്ടായത്. പയ്യന്നൂരിൽ അതുമാത്രമല്ല, നിരപരാധികളായ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കാനും പാടില്ല. ഓരോ സംഭവത്തിനും ഉത്തരവാദി ആരാണോ അവരെ കണ്ടെത്തുകയും വേണം. ഏറെ വിവാദമായ ഒന്നായിരുന്നു 10-15 വർഷക്കാലത്തെ പഴക്കമുള്ള ഒരു ഇരുചക്ര വാഹനം കത്തിച്ച സംഭവം. അവിടെയുള്ള LDF അതിന് ഉത്തരവാദികളായ ആളുകളെ അടിയന്തരമായി കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് നടപടിയെക്കുറിച്ച് UDF MLA-യും LDF-ന്റെ പ്രവർത്തകന്മാരും ഇന്നിപ്പോൾ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ആഭ്യന്തരമന്ത്രിക്ക് പിന്തുണ നൽകിയ ഒരു MLA തന്നെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അതിൻ്റെ പ്രവർത്തകന്മാരുടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹ സമരത്തിൻ്റെ മുമ്പാകെ പോകുന്ന ഒരു ദുര്യോഗമാണ് കാണുന്നത്. ഓക്കെ, അല്ല, അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തണം. സർക്കാർ UDF-ൻ്റെതാണല്ലോ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം. മാത്രമല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്നു വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ശരിയും ശാസ്ത്രീയവുമായ ഒരു പഠനവും അനിവാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു പരാതി UDF നൽകിയ നിലക്ക് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി SIR കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സർക്കാർ തന്നെ അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കട്ടെ. പിതൃശൂന്യമായ വാർത്തയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ്. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്. ആ അന്തസ്സിനെയാണ് ജനം TV-യും മറ്റ് ഇതര ഓൺലൈൻ മാധ്യമങ്ങളും ചില അച്ചടി പത്രവും അപമാനിച്ചത്. PR കൃഷ്ണൻ 2ാം കേരള നിയമസഭയിൽ MLA ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്രീമതി പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ PK ശ്രീമതി മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറാണെന്ന വ്യാജ വാർത്ത കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വാർത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് നിജസ്ഥിതി അന്വേഷിക്കാനുള്ള മര്യാദയെങ്കിലും മാധ്യമപ്രവർത്തകർ കാട്ടണം. ആ മര്യാദ കാട്ടിയിരുന്നുവെങ്കിൽ ഈ ദാമോദരൻ മാസ്റ്ററുടെ ഭാര്യയായ PK ശ്രീമതി ടീച്ചർ PR കൃഷ്ണൻ്റെ ഭാര്യ ആകുമായിരുന്നില്ല. സ്വന്തം ഭർത്താവിൻ്റെ പേര് മാറ്റി ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ് ജനം TV അടക്കമുള്ളവർ ചെയ്ത
വാർത്താ നിർമ്മിതി ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. പിതൃശൂന്യ വാർത്തയാണ്. അതവർ തിരുത്തിയാലും പൊറുക്കാൻ കഴിയില്ല. ആ പാവപ്പെട്ട ജനങ്ങളാകെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ, അതിൻ്റെ അന്തസ്സിനെ അപമാനിക്കും വിധത്തിൽ വാർത്ത കൊടുത്ത ആളുകളുടെ പേരിൽ ഇന്നത്തെ IT നിയമമനുസരിച്ച് തന്നെ പോലീസിന് കേസെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തത്. സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് UDF സർക്കാർ എങ്കിൽ അടിയന്തരമായി കേസെടുക്കണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മരിച്ചു എന്ന് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ എൻ്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിക്കണം. എൻ്റെ ഫോൺ നമ്പർ 9447083325 ആണ്. വ്യാജമായി ഇങ്ങനെ കൊടുക്കുന്നവരുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, പയ്യന്നൂരിലെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങളുണ്ടായിരുന്നു. ഈ കേന്ദ്ര നേതൃത്വം തന്നെ അതിനകത്തൊരു വീഴ്ച പറ്റിയെന്ന് പറഞ്ഞായിട്ടൊക്കെ വാർത്തകൾ വരുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് റിവ്യൂ ഒക്കെ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൽ പുതുതായിട്ട് പോകാറൊന്നുമില്ല. സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച വന്നു തന്നെയാണ്. അല്ല, അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് റിവ്യൂ നേരത്തെ നടത്തി, നേരത്തെ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞതാണ്. തിരുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നേക്കാൾ മികച്ച ഒരാൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവും. നിങ്ങൾ എന്നോട് ചോദിച്ചു ആരാണ് സെക്രട്ടറി. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടെ കൂട്ടായി യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ഒരാളെ സെക്രട്ടറിയാക്കി. എന്നേക്കാൾ മിടുക്കനായ ഒരാൾ സെക്രട്ടറി ആയപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ അയാളെ വ്യക്തിപരമായി എത്രമാത്രമാണ് അപമാനിക്കും വിധത്തിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയത്. എത്രമാത്രം. ഏറ്റവും മികച്ച ഒരാൾ, പഠിക്കാൻ വേണ്ടി സ്വന്തമായി കാശില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിട്ടുള്ള രാകേഷ് അധ്വാനിച്ചുകൊണ്ടാണ് പണമുണ്ടാക്കി പഠിക്കാൻ പോയത്. ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി, പാർലമെൻറ്റേറിയനായി, കർഷക സമരത്തിൻ്റെ പോരാളിയും തേരാളിയുമായി ശ്രദ്ധിക്കപ്പെട്ട നിരവധി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയും പ്രമേയം കൊണ്ടുവരികയും പാർലമെൻറ്റിൽ ചെയ്തു. കേരളത്തിൽ നിന്ന് SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളായി അദ്ദേഹത്തെ അക്കാലത്ത് തിരഞ്ഞെടുത്തു. ഇങ്ങനെയുള്ള ഒരാൾ ഏറ്റവും മികച്ചയാളായി മാറി. അതിൽ അദ്ദേഹത്തിനെതിരായി വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുത്തലുകൾ എന്താണ്? നമ്മൾ ഓരോരുത്തരും തിരുത്തേണ്ടതുണ്ട്. ഞാൻ തിരുത്തേണ്ടത് ഞാൻ തിരുത്തണം. ഞാൻ ഏറ്റവും മികച്ചയാളാണ് എന്ന് ജയരാജന് തോന്നാൻ പാടില്ല. ഒരു പോരായ്മയും ഉള്ള ആളല്ല ഞാനെന്ന് കരുതാനും പാടില്ല. അതുകൊണ്ട് തിരുത്തേണ്ടവർ, കമ്മ്യൂണിസ്റ്റുകാർ തിരുത്തുക തന്നെ ചെയ്യും. എനക്കോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് റിവ്യൂ അത് നടത്തി പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ഫീൽഡിലേക്കാണ് ഞങ്ങൾ. ഒരുമിച്ച് UDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. അത് യോജിച്ച പോരാട്ടമാണ്. ആ പോരാട്ടം ചെറിയ പോരാട്ടമൊന്നുമല്ല. 2 മാസത്തിനകം തന്നെ ജനങ്ങളാകെ മടുത്തു. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവർ തന്നെ ഇപ്പോൾ UDFനെതിരായി രംഗത്ത് വന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ അത്. ഇല്ല, എൻ്റെ ബന്ധു പാർട്ടിയാണ്. പാർട്ടിയുടെ ബന്ധു MV ജയരാജനാണ്. സ്ട്രെയിറ്റ് ആണ് മറുപടി. ഓക്കെ.